കോൺഗ്രസ് പുല്ലൂർ മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ പുല്ലൂരിൽ വെച്ച് നടന്നു. കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി.കെ. ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിയും കേരളം ഭരിക്കുന്ന സി.പി.എമ്മും കോൺഗ്രസിനെ ഇല്ലാതാക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി.കെ. ഫൈസൽ പറഞ്ഞു. പുല്ലൂർ കണ്ണാങ്കോട്ട് സംസ്കൃതി ഹാളിൽ വെച്ച് നടന്ന പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 27-ാം തീയതി മാർച്ച് 27-ാം തീയതി രാജ്യത്തെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ യോഗങ്ങൾ 3 സോണുകളായി വിളിച്ചു. അതിനുശേഷം പാർട്ടിയുടെ സമ്മേളനം എ.ഐ.സി.സിയുടെ 2 ദിവസം നീണ്ടു നിന്ന എ.ഐ.സി.സി സമ്മേളനം ഗുജറാത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. ഈ സമ്മേളനങ്ങളിലെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ബൂത്തുകളിലും വാർഡുകളിലും താഴെ തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒട്ടനവധി മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ എ.ഐ.സി.സി പ്രഖ്യാപിച്ചത്. ഇവിടെ വന്ന നേതാക്കളോട് ഞാൻ പറയുന്നു, നമുക്ക് അതനുസരിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് പോകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് കെ.വി. ഗോപാലൻ അധ്യക്ഷനായി. യു.ഡി.എഫ് ജില്ലാ കൺവീനർ എ. ഗോവിന്ദൻ നായർ, ഡി.സി.സി വൈസ് പ്രസിഡന്റ് സാജിദ് മൗവൽ, ഡി.സി.സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി.വി. സുരേഷ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ.ആർ. കാർത്തികേയൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. അരവിന്ദൻ, കെ.വി. ഗംഗാധരൻ, എം.വി. പത്മനാഭൻ, രതീഷ് കാട്ടുമാടം, കെ. വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ.